ഏവർക്കും സ്മാർട്ട് പീസിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഒരു 10 മലയാളം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ പോവുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള സബ്ജക്റ്റുകൾ നമ്മൾ 20 ക്വസ്റ്റ്യനായിട്ടും 25 ക്വസ്റ്റ്യനായിട്ടും 30 ക്വസ്റ്റ്യനായിട്ടൊക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്ത് വരുന്നുണ്ട്. സോ മലയാളവും ഇംഗ്ലീഷും കൂടെ ഉൾപ്പെടുത്താമോ എന്ന് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണ് റാൻഡമായിട്ട് നമുക്ക് മലയാളവും ഇംഗ്ലീഷും കൂടെ ഒരു വർക്കൗട്ടായിട്ട് പോവാം. അപ്പോൾ ഡെയിലി കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യുമല്ലോ. സോ നിങ്ങൾ എന്നോടൊപ്പം ചെയ്യുക. എന്നിട്ട് എത്രണ്ണം ശരിയാക്കാൻ പറ്റി, 10 ശരിയാക്കാൻ പറ്റിയോ അതോ 9 ശരിയാക്കാൻ പറ്റിയത്, എത്ര മാർക്കുണ്ട് എന്നുള്ള കാര്യം ലാസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇത് യൂസ്ഫുൾ ആണോ ഇല്ല എന്നുള്ള കാര്യം കൂടെ ഒന്ന് പറയുക. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് മാത്രമേ ചെയ്ത് പോകത്തുള്ളൂ. ഓക്കെ, ക്വസ്റ്റ്യൻസ് എടുക്കുന്നു, വർക്കൗട്ട് ചെയ്യുന്നു, അറിഞ്ഞത് നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? ഒന്നാമത്തെ ചോദ്യം നോക്കി, ശരിയായ പ്രയോഗം ഏതെന്നാണ് ചോദ്യം. ശരിയായ പ്രയോഗം ഏതെന്നാണ് ചോദ്യം. 10 തെങ്ങുകൾ 100 പുസ്തകം 100 പുസ്തകങ്ങൾ. ഏതാണ് കുട്ടികൾ ശരിയായിട്ടുള്ളത്? 10 തെങ്ങ് എന്നത് ശരിയാണ്, 100 പുസ്തകം എന്നതും ശരിയാണ് അല്ലേ? 100 പുസ്തകം എന്നതും ശരിയാണ്. അപ്പോൾ 10 തെങ്ങ് 100 പുസ്തകം, ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. അപ്പം 1ഉം 3ഉം ശരി എന്നുള്ളതായിട്ടാണ് ആൻസർ. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ശരിയാക്കിയല്ലോ. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. രണ്ടാമത്തെ ചോദ്യം, നേതാവ് എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ ശബ്ദം. നേതാവ് എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ ശബ്ദമാണ് ചോദ്യം. ഇത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു ഭാഗമാണ്. കാരണം ഈ താവ് എന്ന് പുല്ലിംഗം വരുമ്പോൾ ത്രീയിലായിരിക്കും അവസാനിക്കുന്നത്. കാരണം അഭിനേതാവ് അഭിനേത്രി, കർത്താവ് കർത്തൃ, അതുപോലെ തന്നെ നേതാവ് നേത്രിയാണ് ആൻസർ. ഓപ്ഷൻ സി ആണ്, നേതാവ് നേത്രിയാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇതൊക്കെ എല്ലാവർക്കും കിട്ടേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ചോദ്യം, മിന്നാമിനുങ്ങ് എന്ന പദത്തിൻ്റെ പര്യായ പദം. മിന്നാമിനുങ്ങ് എന്ന പദത്തിൻ്റെ പര്യായ പദം ഏതെന്നാണ് ചോദ്യം. ഓക്കെ, പ്രകാശകൻ, പ്രകാശിതം, തൈജസകീടം, കദ്യോതം. പഠിച്ചിട്ടുള്ള ആൾക്കാരെ കിട്ടിക്കാണ്. തൈജസകീടം മിന്നാമിനുങ്ങിൻ്റെ പര്യായമാണ്. അതുപോലെ ഖദ്യോതവും എന്താണ് കുട്ടികളെ? മിന്നാമിനുങ്ങിൻ്റെ പര്യായമാണ്. അപ്പം 3ഉം 4ഉമാണ് ആൻസർ. ഓപ്ഷൻ ബി ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത്, ഭടൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ഭടൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്തെന്നാണ് ചോദ്യം. ഇവിടെ വഞ്ചകൻ എന്നാണ് അർത്ഥം കേട്ടോ. വഞ്ചകൻ എന്നാണ് അർത്ഥം. സോ ഓപ്ഷൻ എ 1 മാത്രമാണ് ശരി. 1 മാത്രം ശരി. കിട്ടിയോ? വഞ്ചകൻ കിട്ടിയോ? അടുത്ത ചോദ്യം, ധനം എന്ന വാക്കിന് പകരം ഉപയോഗിക്കാവുന്ന പദമാണ്. ധനം എന്ന വാക്കിന് പകരം ഉപയോഗിക്കാവുന്ന പദം അർത്ഥം എന്ന പദം ഉപയോഗിക്കാം, അതുപോലെ വിത്തം എന്ന പദവും ഉപയോഗിക്കാം. അർത്ഥം എന്ന പദവും വിത്തം എന്ന പദവും ഉപയോഗിക്കാം. അപ്പോൾ 1ഉം 2ഉം ശരിയാണ്. ഓപ്ഷൻ ബി 1ഉം 2ഉം ശരിയാണ്. 1ഉം 2ഉം ശരിയാണ്. ധനം എന്ന വാക്കിന് പകരം ഉപയോഗിക്കാവുന്ന പദമാണ് ഏത് കുട്ടികളെ? അർത്ഥവും വിത്തവും. അടുത്ത ശരിയായ വാക്കുകളാണ് എഴുതേണ്ടത്. രക്ഷാകർത്താവ്, ഹാർദവം. ഓക്കെ, ഇപ്പോൾ പലർക്കും ഡൗട്ട് വന്ന് കാണുന്നത് രക്ഷാകർത്താവാണോ എന്ന്. ശരിയായിട്ടുള്ള പദം രക്ഷാകർത്താവാണ്. ഹാർദവമാണോ ഹാർദമാണ്. അതായത് 2ഉം 4ഉം ശരിയാണ്. ഓപ്ഷൻ ഡി 2ഉം 4ഉം ശരിയാണ് എന്ന് കിട്ടും. 2ഉം 4ഉം ശരിയാണ്. അടുത്ത ചോദ്യം, ഫാഷൻ മോങ്കർ എന്ന പദത്തിനുള്ള ഉചിതമായ തർജ്ജമ ഏതാണ്? ഫാഷൻ മോങ്കർ എന്ന പദത്തിനുള്ള ഉചിതമായ തർജ്ജമ ഏതാണ്? അഴകിയ രാവണൻ, ജ്വാലാമുഖി, സുന്ദരപുരുഷൻ, വെനീസിലെ വ്യാപാരി. ഏതോ കടുത്ത മമ്മൂട്ടി ഫാനാണെന്ന് തോന്നുന്നു ചോദ്യം ഇട്ടത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ ഫാഷൻ മോങ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴകിയ രാവണനാണ്. ഓക്കെ, അപ്പോൾ ആൻസർ ഏതാണ്ട് ആൻസർ ഓപ്ഷൻ എ 1 മാത്രമാണ്. 1 മാത്രമാണ് ഫാഷൻ മോങ്കറിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത, കഥയുടെ പ്രധാനമായ അംശം ഒറ്റപ്പദം എഴുതുക. ഏതാണ് കുട്ടികളെ? ഇവിടെ കഥാസാരമാണ്. കഥയുടെ പ്രധാനമായ അംശം കഥാസാരമാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി 2 മാത്രമാണ് ആൻസർ. അടുത്ത, പിൽക്കാലം, കണ്ണീര് എന്നീ പദങ്ങൾ പിരിച്ചെഴുതുന്നത്. ഓക്കെ, അപ്പോൾ പിൽക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിൻ പ്ലസ് കാലമാണ് പിൽക്കാലം. അപ്പം ഇതാണ് പിൽക്കാലത്തിന് ശരിയായിട്ടുള്ളത്. കണ്ണീരിന് കൺ പ്ലസ് നീരാണ് കണ്ണീര്. ഓക്കെ, സോ ഇതാണ് അവിടെ ശരിയായിട്ടുള്ളത്. അപ്പം 1ഉം 3ഉമാണ് ആൻസർ ആയിട്ട് വരുന്നത്. 1ഉം 3ഉം. അപ്പോൾ ഓപ്ഷൻ എ ആണ്. ഓക്കെ, അടുത്ത്, അകത്ത് കത്തിയും പുറത്ത് പത്തിയും എന്ന ശൈലിയുടെ അർത്ഥം.
അകത്ത് കത്തിയും പുറത്ത് പത്തിയും എന്ന ശൈലിയുടെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ വിരോധവും പുറമേ സ്നേഹവും. കേട്ടോ, ഉള്ളിൽ വിരോധവും പുറമേ സ്നേഹവും എന്നാണ്. അപ്പൊ അകത്ത് കത്തിയും പുറത്ത് പത്തിയും എന്ന ശൈലിയുടെ അർത്ഥം ഉള്ളിൽ വിരോധവും പുറമേ സ്നേഹവും എന്നാണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി വരും. 4 മാത്രം ശരിയാണ്. 4 മാത്രം ശരിയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ 10 മലയാളം ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. ആർക്കൊക്കെ 10 ശരിയാക്കാൻ പറ്റി, ആർക്കൊക്കെ 9 ശരിയാക്കാൻ പറ്റി, ആർക്കൊക്കെ 8 ശരിയാക്കാൻ പറ്റി എന്നുള്ള രീതിയിൽ നിങ്ങളുടെ മാർക്കുകൾ കമന്റ് ചെയ്തിട്ട് പോവാൻ. ഓക്കെ, ഇതുപോലെ നമുക്ക് റാൻഡമായിട്ട് മലയാളവും ഇംഗ്ലീഷും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, വർക്കൗട്ട് ചെയ്ത് പോവാം. ഓക്കെ അല്ലേ? യൂസ്ഫുൾ ആണെങ്കിൽ കമന്റ് ചെയ്യുക.